ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു മാങ്ങ ആവശ്യമാണ്, പച്ചമാങ്ങ. പച്ചമാങ്ങ വെച്ച് ഒരു അടിപൊളി ഒഴിച്ചുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു വലിയ മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2-3 ചെറിയ ഉള്ളിയും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് അധികം ഉടച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അധികം ഉടച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഒരു ചെറിയ കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കറി അധികം കുറുവൽ വേണ്ട, ലൂസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വെള്ളം ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിതിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അധികം വെള്ളം ചേർക്കുന്നില്ല. കറി ഒരു ചെറിയ കുറുകലോട് കൂടി തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, എങ്ങനെ ആക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും വരില്ല. നമ്മുടെ പുളിശ്ശേരി ഇല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ തൈര് ചേർക്കേണ്ട കാര്യമില്ല, കാരണം മാങ്ങയിൽ പുളിപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. അധികം തിളപ്പിക്കേണ്ട, ഒരു തിളപ്പ് തിളച്ചാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുറുവലോട് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല കുറുകിയ കറിയാണ് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കൂടുതലും കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണേ. വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. ഈ കടുക് പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴാണ് പൊട്ടിത്തെറിച്ച് പുറത്തൂടെ വീഴാന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ചിലപ്പോൾ കുഴപ്പമൊന്നും കാണില്ല, ചിലപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് തെറിക്കും. കണ്ടില്ലേ, തെറിക്കുന്ന കണ്ടില്ലേ? നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ മേത്തൊക്കെ വീഴും, ആ രീതിയിലാണ് തെറിക്കുന്നത്. ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് നമ്മളെ മാങ്ങ വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.